വൈകുന്നേരം ബീച്ചൊന്ന് കാണാമെന്ന് പറഞ്ഞിറങ്ങിയതാണ്. പക്ഷേ ഇവിടെ പറയാൻ വയ്യട്ടോ, ഞാൻ കണ്ടതിലേക്ക് ഏറ്റവും സുന്ദരമായ ബീച്ച് വിയറ്റ്നാമിലാണ് കേട്ടോ. ആ തെങ്ങുകളുടെ ഭംഗിയാണെങ്കിലും ഞാൻ കരുതിയിട്ട് നമ്മുടെ വർക്കല ബീച്ചാണ് ഏറ്റവും നല്ലതെന്ന്. പക്ഷെ അതിൽ നിന്ന് മനോഹരമായൊരു ബീച്ചാണ് കേട്ടോ ഇത്. ഇവിടെ കാണാൻ ഒരു പ്രത്യേക ഒരു ഭംഗിയും കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ഇവിടെ ആ തെങ്ങുകൾ നിൽക്കുന്ന ഒരു രീതിയായാലും എല്ലാം നിരനിരാന്നില്ല, സ്കൂളിലെ പിള്ളേർ നിരന്ന് നിൽക്കുന്ന കണക്ക് തെങ്ങുകളെല്ലാം കറക്റ്റ് സ്ട്രെയിറ്റ് ഒരേ ലൈനിൽ നിർത്തിയേക്കുവാണ്. ഇവിടെ നമ്മൾ പണ്ട് ബീച്ചിലൊക്കെ പോയി ഈ ഓരോരുത്തരൊക്കെ ഇതാക്കുമായിരുന്നു. അതേ കണക്കത്തില് കേട്ടോ, ഓരോരുത്തരൊക്കെ മണ്ണിൽ മൂടിയിട്ടിട്ട് ഇത് കണക്ക് ഉണ്ടാക്കുമായിരുന്നു. അതൊക്കെ അവിടെ നടക്കുന്നു. ഇവിടെ ഫോട്ടോഷൂട്ട് നടക്കുന്നു. ചാടി ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ചാടൊക്കെ കറക്റ്റായ അന്തം. എന്തായാലും അവർ ഫോട്ടോ ഒക്കെ നടക്കട്ടെ. നമ്മുടെ കാര്യം നമുക്ക് നോക്കാം. ബീച്ചിലൂടെ നടന്നു. ആരിവിടെ നമ്മൾ വീഡിയോ എടുക്കുന്നത് നോക്കുന്നില്ല. അവർ നമ്മളെ ശല്യം ചെയ്യുന്നില്ല, നമ്മൾ അവരെ ശല്യം ചെയ്യാൻ പോകാറില്ല. നമുക്കിങ്ങനെയെങ്കിൽ പോവാം വീഡിയോ എടുത്ത്. ഇവിടെ തകർത്ത് കുളി നടക്കുവാണ്. അവരവിടെ നിന്ന് കുളിക്കട്ടെ, നമുക്ക് മുമ്പിലോട്ട് പോകാം. അങ്ങ് ദൂരെയായിട്ടുള്ള സംഭവം. ഇവരെല്ലാവരും കളിച്ച് ക്ഷീണിച്ച് തിരിച്ചിരട്ടയും പോവുകയാണെന്ന് തോന്നുന്നു. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമുള്ള സ്ഥലമല്ല കേട്ടോ. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഗാർഡുകൾ അങ്ങോട്ട് ഇറങ്ങാനൊന്നും സമ്മതിക്കത്തില്ല. ഇവിടെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമുള്ള സ്ഥലമല്ലെന്ന് തോന്നുന്നു. എല്ലാവരും അങ്ങ് ദൂരെയൊക്കെ പോയി കുളിക്കുകയൊക്കെ ചെയ്തു. ഗാർഡ് ഇവിടെ തന്നെ നിൽക്കുന്നു. ഗാർഡ് ഡാൻസ് കളിച്ചിരിക്കുകയാണ്. ഗാർഡിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എൻ്റെ അടുത്ത് ബിയറൊക്കെ കുടിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ എല്ലാം ഫ്രീ ആണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും വന്ന് കിടക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം. പൈസയൊന്നും കൊടുക്കണ്ട, എല്ലാം ഫ്രീ ആണ്. ഇവിടെ കിടക്കാം. ഒരു നല്ല ഭംഗിയുണ്ട് കേട്ടോ സ്ഥലം കാണാനും ഇവിടെ വന്നിരിക്കാനും എല്ലാത്തിനും ഒരു പ്രത്യേക ഒരു ഇതുണ്ട്. നമ്മളെ നാട്ടിലെ പോലെ തന്നെ ഉള്ളൊരു സ്ഥലമാണ്. പക്ഷേ വെയിൽ കുറവാണ് കേട്ടോ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഇത്. നമ്മുടെ നാട്ടിലെ ചൂടുണ്ടെങ്കിൽ ഇവിടെ ചൂടില്ല. സാധാ നോർമൽ കാലാവസ്ഥയാണ്. കാരണം ഇവിടുത്തെ ഉള്ള മരങ്ങൾ കാര്യങ്ങളൊന്നും ആരും വെട്ടാറില്ല. ഒരു കൃഷി കാര്യങ്ങളായിട്ട് ജീവിക്കുന്നതാണ് കൂടുതൽ ആൾക്കാരുള്ളത്. ഫോറിനേഴ്സൊക്കെ ഇവിടെ ഒരുപാട് പേരുണ്ട്. നടക്കാനാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ ബീച്ചിലൂടെ. പക്ഷേ നല്ല സുന്ദരമായ കാഴ്ചകളായതുകൊണ്ട് നടന്നു പോകണതിനൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. കാഴ്ചകളായിക്കണ്ടേ, ഇനി നടന്നു പോകാം. ഇത് നടന്നത് എങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതറിയത്തില്ല കേട്ടോ. അങ്ങോട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അമ്മൂമ്മയാണെങ്കിൽ ഓടി ഓടി കളിക്കാനല്ലേ ഫോട്ടോ എടുക്കാൻ. എല്ലാവരും നല്ല ഹാപ്പിയാണ് കേട്ടോ. ഇത് ഞാൻ മുകളിൽ റോക്കറ്റാണോ വാൽനക്ഷത്രമാണോ എന്താണെന്നറിയത്തില്ല. ഒരെണ്ണം ഇങ്ങനെ പോകും. റോക്കറ്റാണെന്ന് തോന്നുന്നു, എന്താണെന്ന് ഒരു പിടിയില്ല. സൂമിങ് എൻ്റെ ഫോണിൽ ഇത്രയും സൂം ആവുന്നത്, ഇതിൽ കൂടുതൽ സൂം ചെയ്യാൻ പറ്റുന്നില്ല. മാക്സിമം സൂമിങ് ഇതാണ്. എന്താണ് അത് പോണ വഴിക്ക് പോട്ടെ. നമുക്ക് എന്തായാലും ഇങ്ങോട്ട് പോകാം. നമ്മളൊക്കെ പണ്ട് നമ്മളൊക്കെ കൂട്ടുകാരായിട്ട് പോകാത്തേക്ക് ഇതിനൊക്കെ കൂട്ടുകാരന്മാരൊക്കെ പിടിച്ച് ബീച്ചിൽ കിടത്തിയിട്ട് ഇതിനെ കാലും കൈയൊക്കെ വെച്ച് എല്ലാം സെറ്റാക്കി എടുക്കുമായിരുന്നു. അതുപോലെ ഇവിടെ ഓരോ തന്നെ പിടിച്ച് കിടത്തിയേക്കുവാണ്. കിടത്തിയിട്ട് മണ്ണിൽ മൂടിയിട്ട് അവരുണ്ടാക്കുവാണ്. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ആ പെണ്ണ് ഒരു മടി. എന്തായാലും എല്ലാവരും നോക്കുവാണ്. പക്ഷേ മൈൻഡ് ചെയ്യുന്നില്ല. എന്തായാലും അവരെ കാര്യങ്ങൾ നടക്കട്ടെ. എന്തായാലും മുന്നിലോട്ട് തന്നെ പോവാം. ഇവിടെ റെഡ് ഇത് വെച്ചായിരുന്നു. പ്രശ്നങ്ങളുള്ള സ്ഥലമാണെന്ന് എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിക്കൂടാന്ന് തോന്നുന്നു കുളിക്കാൻ. ഇവിടെ ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേക ഒരു ഇതാണ് കേട്ടോ. ഇവിടെയുള്ള ആൾക്കാർ എല്ലാവരും നല്ല സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. വിഷമിച്ചിരിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. കുട്ടികളവിടെ നിന്ന് കളിക്കുകയാണ് കേട്ടോ. അവർ വെള്ളം വെച്ച് കളിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ കുട്ടിക്കാലം ഓർമ്മ വരുന്നുണ്ട്. നമ്മളെ നാട്ടിലിപ്പോൾ ഇതെനിക്ക് കുട്ടികളാരും കളിക്കാറില്ല കേട്ടോ. എൻ്റെയൊക്കെ പ്രായത്തിൽ ആ ഒരു ടൈമിൽ
ഇതുപോലെയായിരുന്നു എല്ലാവരും കളിക്കാം കാര്യങ്ങൾ. ഇപ്പം എല്ലാവരും ഫോണ് കാര്യങ്ങളായതുകൊണ്ട് ആർക്കും അങ്ങനെയുള്ളതൊന്നുമില്ല. നമ്മളൊക്കെ ഇതണക്കായിരുന്നു നാട്ടിൽ ആ ഒരു പ്രായത്തിൽ. അതൊരു ഓർമ്മ വരുന്നു കേട്ടോ. ഇവിടെ എല്ലാം അതുപോലെ തന്നെയാണ്. പക്ഷെ നമ്മളെ നാട് പണ്ടെങ്ങനെയായിരുന്നു അതുപോലെയാണ്. ആ പെൺകൊച്ചിൻ്റെ കണ്ണിലാണ്ട മണ്ണ് വീണു. പെൺകൊച്ചിൻ്റെ കണ്ണിൽ മണ്ണ് വീണപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാർ ഓടി വരുന്നു കേട്ടാ. കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ വീണ്ടും ആൾക്കാർ ഓടി വരുന്നു. അടുത്ത ആൾക്കാർ എറിയാൻ വരും അവിടെ കേട്ടോ. പക്ഷേ ഏത് നാട്ടിലാണെങ്കിലും പെങ്കൊച്ചുങ്ങളുടെ പുറക്കാടൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ. ഇവിടെ ഒരാൾ തപസ്സിരിക്കുവാണെന്ന് തോന്നുന്നു, എന്തോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഉള്ള ആളല്ല, നമ്മൾ പുറത്തുനിന്നുള്ളതാണ്. പക്ഷെ അവനെ ശല്യം ചെയ്യാൻ ആരുമില്ല. പക്ഷെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പം ചീത്ത വിളിച്ച് അല്ലെങ്കിൽ ബഹളം വെച്ച് അവനെ അവിടെ നിന്ന് എണീപ്പിച്ച് വിട്ടണം. കാഴ്ചകളൊക്കെ കണ്ടു പോകാൻ നല്ല ഭംഗിയുണ്ട് ഇവിടെ അടുത്ത ആൾ ഫോട്ടോ എടുക്കുന്നു. ബീച്ചിലൂടെ പ്രത്യേകിച്ച് അങ്ങോട്ട് ഫോട്ടോ ആ സൈഡ് ഫോട്ടോ എടുക്കാനും വേണ്ടിയൊന്നുമില്ല. ഇവിടെ രണ്ടുപേരും നിൽക്കുന്നു. സന്ധ്യയായി തുടങ്ങി കേട്ടോ. അപ്പോൾ ഇങ്ങനെ നേരെ പോവാണ്. ഹായ്, എനിക്കൊരു ഹായും തന്നു, ഒരു സ്മൈലും തന്നങ്ങ് പോയി. സിംഗിളാണ്, ജോയിൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ സ്ട്രൈറ്റ് ഇങ്ങനെ ഇതുവഴി ഇപ്പോൾ മിങ്കിളാവാതിരിക്കുന്നതിന് നല്ലത്, സിംഗിളായിട്ട് ജീവിക്കുന്നതിന് നല്ലത്. ഇവിടെ നിന്ന് നടക്കാൻ ഒരുപാടുണ്ട്. ഇപ്പോൾ ഇവിടെ ഇത് നൈറ്റ് ഇവിടെ DJ പാർട്ടി നടക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെയും ഫ്രീ ആണ് കേട്ടോ, ഒന്നിനും പൈസയൊന്നുമില്ല. ഇവിടെ നൈറ്റ് ഇവിടെ ഷോ ഉണ്ട്, അവിടെ DJ പാർട്ടി ഉണ്ട്. അപ്പോൾ നമുക്കവിടെ അവരോട് വന്ന് ജോയിൻ ചെയ്ത് ഡാൻസ് കളിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബിയറും കാര്യങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ പൈസ കൊടുക്കണം. അല്ലാതെ നോർമലിൽ നമുക്ക് അവരോട് ഡാൻസ് കളിക്കുന്ന കാര്യങ്ങൾക്കൊന്നും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്കവിടെ നിന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. എക്സസൈസാണോ ആ ഇടിച്ച് പഠിക്കണം. ഭാര്യയും ഭർത്താവാണ് കേട്ടോ, രണ്ടുപേരും തകർത്ത് എക്സസൈസ് ചെയ്യണം. അത് കണ്ടിട്ട് നേരെ മുന്നിലോട്ട് പോകും. ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നു അവിടെയൊക്കെ എല്ലാവരും ഇവിടെ ഉള്ളൊരു പ്രത്യേകതയാണ് കേട്ടോ. ഇവിടെയുള്ള ആൾക്കാർ എപ്പോഴും നല്ല ഹാപ്പി മൂഡാണ് കേട്ടോ. സന്തോഷം എന്തെന്ന് മാത്രമേ എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ളവർക്ക് അറിയാമെന്ന് തോന്നുന്നു. സങ്കടം എന്തെന്ന് അവർക്ക് അറിയത്തില്ല. കാരണം എല്ലാവരും പരസ്പരം സ്നേഹിച്ച് നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. ആരും പരസ്പരം പറ്റിക്കും കാര്യങ്ങൾ അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു നാടാണ്. ഒരു നല്ല നല്ല ആൾക്കാർ, നല്ല മനുഷ്യർ, ആർക്കും പറ്റിക്കണമെന്നില്ല. നല്ലൊരു നാട്. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഇവിടെ ഇത് കണ്ടപ്പോൾ എനിക്ക് രസം തോന്നി. ഞാൻ കുറച്ച് നേരം അവരെ കളി കണ്ടുകൊണ്ടിരുന്നത്. പോയി ഇവിടെ അടുത്ത വോളിബോൾ ഞാൻ ഈ വരുന്നത് വരെ നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരുന്നത്. ഈ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് അത് ഒരു ഈ സൈഡ് പോയിട്ടാ. ഇപ്പോൾ അവർക്ക് കളിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കൊണ്ടായിരിക്കും. അപ്പോൾ അങ്ങോട്ട് അതുവരെ നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സൈഡിൽ. ഞാൻ അവരെ കളി കാണിക്കാമെന്നും പറഞ്ഞാണ് ഞാൻ അവളെ ഫ്രണ്ട് നിൽക്കുന്നുള്ള നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവളെ കളി കാണിക്കാം എന്ന് കരുതിയാണ് ഞാൻ വീഡിയോ ഈ സൈഡിൽ നിന്ന് എടുത്തത്. അപ്പോഴേക്കും വീഡിയോ പിടിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരു കയ്യിൽ നിൽക്കുന്നില്ല. ഇനി എന്തായാലും അടുത്തത് ഇവിടെ കുറച്ച് റെസ്റ്റോറൻറ്റുകൾ കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നിന്ന് ആഹാരമൊക്കെ കഴിക്കാം. വലിയ കാണുന്ന കണക്കൊന്നുമല്ല, വലിയ പൈസയും കാര്യങ്ങളൊന്നുമില്ല. വളരെ തുച്ഛമായ പൈസയേ ഉള്ളൂ കേട്ടോ ആഹാരം കഴിക്കാനും കാര്യങ്ങൾക്കൊക്കെ. അങ്ങനെ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം നമുക്ക് മുതലാവുന്ന രീതിയിലാണ്. ഇനിയിപ്പുറ സൈഡിലോട്ട് ഒരു വീഡിയോ എടുക്കുന്നത് കൊണ്ടാണെന്ന് തോന്നിട്ട് അവർക്കൊക്കെ ഒരു ചമ്മലേട്ടാ. പക്ഷേ ഇത് കണ്ടുകൊണ്ടിരുന്ന സമയം പോണേ അറിയുന്നില്ല കേട്ടാ. അതൊക്കെ ചിരി വരുന്നു കേട്ടോ കുറച്ച് പേരൊക്കെ. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇവിടെ സന്ധ്യ സമയമായിട്ടാ, പ്രത്യേക ഒരു വെട്ടമല്ലേ.
രാത്രിയാണ് ഇത്. അങ്ങോട്ട് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ അങ്ങോട്ട് പോയി, തിരിച്ച് ഇപ്പോൾ എൻ്റെ ഓപ്പോസിറ്റായിട്ട് പോവാണ്. ഞാനും തിരിച്ച് അങ്ങോട്ടേക്ക് യാത്രയാവുകയാണ്. രാത്രിയായി. അന്നേ മുതലേ നൈറ്റ് പാർട്ടി ഡാൻസ് പാട്ടൊക്കെ ഇട്ട് തുടങ്ങി. കുറച്ച് സമയം ഇവിടെ നിൽക്കുകയാണെങ്കിൽ DJ സോങ്ങൊക്കെ ഇട്ട് ഇവിടെ ആൾക്കാർ ഡാൻസ് കളിക്കുന്നതൊക്കെ കാണാം. വേറെ ലെവല് നാടാണ് കേട്ടോ. എല്ലാം ഒന്നിനൊരു കുറവില്ലാതൊരു നാട്. ഇവിടെ ഒരാൾ പ്രാർത്ഥനയിലാണ്, പ്രാർത്ഥിക്കുന്നത്. ശല്യം ചെയ്യേണ്ട, നമുക്കെന്തായാലും വീട്ടിലോട്ട് പോകാം. ഒരാളോട് പ്രാക്ടീസ് ചെയ്യുവാണ്, നടന്നില്ല. പ്രാക്ടീസ് ചെയ്ത് ഓക്കെ ആക്കും. നടന്ന് ക്ഷീണിച്ചുകൊണ്ട് ഒരു നാരങ്ങ കുടിക്കാമെന്ന് വിചാരിച്ചു. നൈറ്റ് ഒരു നാരങ്ങ കുടിച്ച് ബീച്ചിനോട് വിടയും പറഞ്ഞ് റൂമിലോട്ടോ നടന്ന് ഉപ്പാട് വന്നു കേട്ടോ. ഒരുപാട് നടന്നു കേട്ടോ. രാത്രി